അടുത്തത് ക്വിക്ക് റെസ്പോൺസ് റൗണ്ടാണ്. ഇതിനുവേണ്ടി 4 മത്സരാർത്ഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റോമി, ബിനു, ബിന്ദു ആൻഡ് പ്രിയ, പ്ലീസ്. ജനറൽ നോളജ് സംബന്ധമായ 4 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. 4 പേര് ചോദിക്കും, അതിന് നിങ്ങൾ മറുപടി പറയുക. ഒപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും. 4 പേരോടും ചോദിക്കുന്ന ചോദ്യം ഒന്നായിരിക്കും. കാരണം നിങ്ങളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആളിലെ ഒരു വ്യക്തി എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് AVT പ്രീമിയം വനിതാരത്നം 2 നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് ശ്രമിക്കുന്നത്. ഓക്കെ, ഷാലായി. ആദ്യത്തെ ചോദ്യം റോമിയോട് ചോദിക്കുന്നത് ശ്രീമതി രഞ്ജിത. Hi Romi. Hi ma'am. You relaxed a bit better now than in the morning? Yeah. Yeah? Okay. The question for you is, who is the present chairperson of Kerala State Vanita Commission? Justice KB Sridevi. Are you very sure? I've not heard of her name. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടസ്റ്റൻസിന് ഐ തിങ്ക് യു ക്യാൻ ഗിവ് ദം 4 ഓപ്ഷൻസ്. They can select one out of that. I was just teasing Romi. That's the right answer. Thank you ma'am. റോമി, കൺഗ്രാജുലേഷൻസ്. അടുത്ത ചോദ്യം ബിന്ദുവിനോടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ശ്രീമതി ജലജ. How are you? I'm fine, thank you. Ready for the question? Yeah. അന്തർദേശീയ തലത്തിൽ ഏറ്റവും ശക്തവും സമ്പന്നവുമായ വ്യവസായ സ്ഥാപനമായ പെപ്സി ഇൻ്റർനാഷണലിൻ്റെ തലപ്പത്ത് ഒരു ഇന്ത്യൻ വനിതയാണുള്ളത്. എന്താണ് അവരുടെ പേര്? ഓപ്ഷൻസ്: 1 പരമേശ്വർ ഗോദ്രേജ്, 2 ടീന അംബാനി, 3 ഇന്ദ്ര നൂയി, 4 സുനന്ദ ചൗഹാൻ. Indra Nui. Well done. Thank you. Congrats. ബിന്ദു, കൺഗ്രാജുലേഷൻസ്. അടുത്ത ചോദ്യം ബിനുവിനോടാണ്. ബിനുവിനോടുള്ള ചോദ്യം ചോദിക്കുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ഗ്രൂമർ ശ്രീ മുരളി മേനൻ. ഭാരതീയ പുരാണ ഇതിഹാസങ്ങളിലെ ഏറ്റവും ആദരണീയനായ ഒരു മുനിവര്യനാണ് യാജ്ഞവൽക്കൻ. പ്രതിഭ കൊണ്ടും ധീക്ഷണ കൊണ്ടും അതേ ഉയരത്തിലെത്താൻ യോഗ്യയായ ഒരു വ്യക്തിത്വമാണ് ആ ഗുരുവിൻ്റെ പത്നി. എന്താണ് അവരുടെ പേര്? ഞാൻ ബിനുവിനുള്ള 4 ചോയ്സ് തരാം. അരുന്ധതി, മൈത്രേയി, ഗാർഗി, വസുന്ധര. മൈത്രേയി. താങ്ക് യു ബിനു, താങ്ക് യു. അടുത്തതായി ചോദ്യം ചോദിക്കാൻ എനിക്ക് ക്ഷണിക്കാനുള്ളത് പൂർണിമ ഇന്ദ്രജിത്തിനെ തന്നെയാണ്. പൂർണിമ. ഹായ് പ്രിയ. Hi ma'am. അന്തർദേശീയ തലത്തിലെ ഏറ്റവും പ്രശസ്തമായ ചലച്ചിത്രോത്സവമാണ് ഫ്രാൻസിൽ നടക്കുന്ന ഏതാണ്? കാൻസ്. ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്. പ്രശസ്തിയായ ഒരു ഇന്ത്യൻ അഭിനേത്രി ആ ചലച്ചിത്രോത്സവത്തിൽ ജൂറി പദം അലങ്കരിക്കുകയുണ്ടായി. യു ഹാവ് 4 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഷബാന ആസ്മി, ഓപ്ഷൻ ബി ജയ ബച്ചൻ, ഓപ്ഷൻ സി ഐശ്വര്യ റായ് ബച്ചൻ, ഓപ്ഷൻ ഡി ഷർമിള ടാഗോർ. Aishwarya Roy Bachchan. Are you sure? Yeah, I am അമ്മായിമ്മ sure. ഉണ്ടിട്ട് കൂടെ? No ma'am. I'm sure. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു വെരി മച്ച് മദേഴ്സ്. നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യം എല്ലാവരോടും ഒരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് നിങ്ങൾ 4 പേരും നിങ്ങളുടേതായ രീതിയിലുള്ള ഉത്തരമാണ് നൽകേണ്ടത്. ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ജഡ്ജ് ശ്രീമതി ഖുഷ്ബു ആണ്. മാം, പ്ലീസ്. Hi everybody. First and foremost, congratulations because all your performances were outstanding. Thank you. So listen to the question. If you were posted as the commissioner of police of this city, what would be your priority action in discharging your duty to take or to tackle law and order problems of the city? ചോദ്യം 4 പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഈ സിറ്റിയിലെ കമ്മീഷണർ ഓഫ് പോലീസായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കുന്നതിന് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രയോറിറ്റിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് തോന്നുന്നു ഉത്തരം ഇന്നത്തെ നിങ്ങളുടെ മത്സരാർത്ഥികളുടെ ഓർഡറിൽ തന്നെ തുടങ്ങാം. റോമി ശ്രീകുമാർ. ഞാൻ ഇവിടുത്തെ
സിറ്റി കമ്മീഷണറായിട്ട് ചാർജ് എടുക്കുകയാണെങ്കിൽ ലോ ആൻഡ് ഓർഡർ സൂക്ഷിക്കാനായിട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ ഇവിടുത്തെ ട്രാഫിക് സിഗ്നൽസിൻ്റെ നിയമങ്ങൾ അതിലായിരിക്കും കൂടുതൽ ഊന്നൽ കൊടുക്കുക. അതിലൂടെ ഉണ്ടാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും അതിനായിരിക്കും ഞാൻ പ്രയോറിറ്റി കൊടുക്കുക. ട്രാഫിക് നിയമങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുവാനും മൊബൈൽ ഫോൺ യൂസ് ചെയ്തുള്ള ഡ്രൈവിംഗ്, അതുപോലെ ലിക്കർ കഴിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ്, അതിനെതിരെ ട്രാഫിക്കിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു റോമി. എന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്മീഷണറായിട്ട് നിയമിക്കുകയാണെങ്കിൽ ആ പോസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ അതായത് എന്നിൽ ഇപ്പം ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്താണോ അത് പരിപൂർണതയിലെത്തിക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു ബിന്ദു. എന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്ലോക്ക് ആക്സിഡൻസ് ആണ്. അപ്പോൾ ബ്ലോക്ക് എന്തോരം ആക്സിഡൻസാണ് ബ്ലോക്ക് കാരണവും ടൂ വീലറും ഒരു ജീവൻ പോകുമ്പോൾ ആ ഫാമിലി ഉണ്ടാകുന്ന വിഷമം നമ്മൾ ആരും അറിയില്ല. പേപ്പർ വായിക്കുമ്പോൾ ഇതേ ആക്സിഡൻറ്റ് എല്ലാവർക്കും വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതലും ആ ട്രാഫിക്കിൻ്റെ ആ ഇതിലേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുകയുള്ളൂ. ബ്ലോക്ക് എങ്ങനെ കുറയ്ക്കാം, ആക്സിഡൻസ് എന്തോരം ഒഴിവാക്കാം, അതുകൂടെ എത്ര ജീവൻ രക്ഷിക്കാം എന്നും അതേ ഞാൻ കൂടുതലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയുള്ളൂ. താങ്ക് യു. ഒരുപക്ഷെ എനിക്ക് ഒരു ഔദ്യോഗിക പദവി കിട്ടുകയാണെങ്കിൽ ഞാനൊരു പക്ഷേ സ്ത്രീകൾക്ക് ഇവിടെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അതുപോലെ മോശമായ പെരുമാറ്റമാണ് ആണുങ്ങളിൽ നിന്നല്ല, പലപ്പോഴും പല മോശമായ പെരുമാറ്റവും നമ്മുടെ സമൂഹത്തിനിടയിൽ പല ആൾക്കാരിൽ നിന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഏത് സമയത്തും സ്ത്രീകൾക്ക് ധൈര്യമായി എവിടെയും മുന്നോട്ട് പോകാം, അല്ലെ എവിടെയും ധൈര്യമായി എങ്ങനെയും പ്രതികരിക്കാം, അതിന് ഞാൻ നല്ലൊരു ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരും. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കും. സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കും. താങ്ക് യു മദേഴ്സ്. നിങ്ങളുടെ 4 പേരുടെയും കാഴ്ചപ്പാടുകൾ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജസിന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.